1970-ൽ ജർമ്മനിയെ പിടിച്ചുകുലുക്കിയ ഒരു പാരനോർമൽ കേസായിരുന്നു ഇത്. ഒന്നും രണ്ടല്ല, 7ഓളം പ്രേതങ്ങളായിരുന്നു ഈ പെൺകുട്ടിയെ മേൽ ബാധിച്ചിരുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് അന്നലിസ് മൈക്കിൾ. 1952-ൽ ജർമ്മനിയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് അന്നലിസ് മൈക്കിൾ എന്ന പെൺകുട്ടി ജനിക്കുന്നത്. പൂർണ്ണമായും ഒരു കത്തോലിക്കൻ ഫാമിലി ജനിച്ചതുകൊണ്ട് തന്നെ ഭയങ്കര ദൈവവിശ്വാസത്തിലാണ് ഇവളുടെ ഫാമിലി ജീവിച്ചിരുന്നത്. അങ്ങനെ അവളുടെ 16-ാം വയസ്സിൽ അവളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനുണ്ടായ ഒരു സംഭവം നടക്കുകയാണ്. ഒരു ദിവസം ക്ലാസ്സിലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന അന്നലിസ് മൈക്കിളിന് പെട്ടെന്ന് തലകറങ്ങി അവൾ ബോധം കെട്ടു വീഴുകയാണ്. ഉടനെ തന്നെ ടീച്ചേഴ്സ് അവളെ വീട്ടിലെത്തിക്കുന്നു. വീട്ടിലെത്തി ബോധം വന്നവൾ അമ്മയോട് പറഞ്ഞത്, എനിക്ക് മുകളിൽ ആരോ കയറിയിരിക്കുന്ന പോലെ തോന്നുന്നു എന്നാണ്. എന്നാൽ പ്രത്യേകിച്ച് പ്രോബ്ലമൊന്നുമില്ലാതെ തന്നെ ആ സംഭവം അങ്ങനെ കടന്നുപോയി. അങ്ങനെ അന്നലിസ് മൈക്കിളിനെ അവരുടെ ഫാമിലി ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. പിന്നെ ഒരു 11 മാസത്തേക്ക് യാതൊരുവിധ കുഴപ്പം ഇല്ലാതെ കടന്നുപോയിക്കൊണ്ടിരുന്നു. എന്നാൽ 1969 ഓഗസ്റ്റ് 20-ന് അന്നലിസ് മൈക്കിൾ വീണ്ടും ബോധം കെട്ട് വീഴുകയാണ്. ഫാമിലി ഡോക്ടറെ കാണിച്ചപ്പോൾ ന്യൂറോളജി ഡോക്ടറെ കാണിക്കാനായി പറഞ്ഞു. ന്യൂറോളജി ഡോക്ടറായ ലൂയി പറഞ്ഞത് ഇത് അപസ്മാരത്തിൻ്റെ ലക്ഷണമാണെന്നാണ്. എന്നിട്ട് അതിനുള്ള മരുന്നുകൾ കൂടി നൽകി. പിന്നീടുള്ള 3 വർഷക്കാലം ഈ മരുന്നുകളാണ് കഴിച്ചിരുന്നത്. എന്നാൽ 1973-ലെത്തുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വഷളാവുകയാണ് ചെയ്തത്. പലതരത്തിലുള്ള വിചിത്രമായ ശബ്ദങ്ങൾ അന്നലിസ് മൈക്കിൾ കേൾക്കാനും വികൃതമായ രൂപങ്ങൾ കാണാനും തുടങ്ങി. അങ്ങനെ അവൾ അമ്മോട് പറയുകയാണ്, ഞാൻ പലതരത്തിലുള്ള വിചിത്രമായ രൂപങ്ങൾ കാണുന്നു എന്ന്. എന്നാൽ ഡോക്ടർ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഇതെല്ലാം അപസ്മാരത്തിൻ്റെ സൂചനകളാണെന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില മരുന്നുകളുടെ ഡോസുകൾ കൂട്ടിയെഴുതുക മാത്രമാണ് ഡോക്ടർ അന്ന് ചെയ്തത്. എന്നാൽ വർഷങ്ങൾ വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ സ്ഥിതി വളരെ വളരെ മോശമാവുകയാണ് ഉണ്ടായത്. 1975 ആയപ്പോഴേക്കും അവൾ റൂമിൽ കിടന്ന് ഉറക്കെ അലറി വിളിക്കാനും റൂമിലുണ്ടായിരുന്ന പാറ്റ, പല്ലി, എലി എന്നിവയെ പച്ചയ്ക്ക് കഴിക്കാനും തുടങ്ങി. മാത്രവുമല്ല, കടുത്ത മതവിശ്വാസിയായിരുന്ന അന്നലിസ് മൈക്കിൾ തൻ്റെ മുറിയിലുണ്ടായിരുന്ന ദൈവങ്ങളുടെ ഫോട്ടോ എല്ലാം നശിപ്പിച്ചു കളയുകയാണ്. അങ്ങനെ അവളുടെ ഫാമിലി ഇത് പ്രേതബാധയാണെന്ന് ഉറപ്പിക്കുകയും തൻ്റെ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് വിചാരിച്ച് ഒരു പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോവുകയാണ്. അങ്ങനെ ഫാദർ റെൻസിൻ്റെ നേതൃത്വത്തിൽ പ്രേതബാധ ഒഴിപ്പിക്കൽ നടക്കുകയാണ്. അന്നേ ദിവസം അവിടെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒരു തെളിവിന് വേണ്ടി റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഓഡിയോ എല്ലാം ഇന്ന് നെറ്റിൽ നോക്കിയാൽ കാണാവുന്നതാണ്. തൻ്റെ ശരീരത്തിൽ കൂടിയ പ്രേതങ്ങളെല്ലാം അന്നലിസ് മൈക്കിൾ വിളിച്ചു പറയുമായിരുന്നു. അതിലൊരു പ്രേതം ഹിറ്റ്ലറായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അവൾ കൂടുതൽ അപകടകാരിയായിരുന്നു. തൻ്റെ തല ഭിത്തിയിലടിക്കാനും പിന്നെ വീട്ടുകാരെല്ലാം കടിക്കാനും തുടങ്ങി. യാതൊരുവിധ മാർഗവുമില്ലാതെ വീട്ടുകാർ അവളെ ചങ്ങലക്കിടാൻ തുടങ്ങി. 10 മാസങ്ങൾക്കുള്ളിൽ തന്നെ 67 പ്രേതബാധ ഒഴിപ്പിക്കൽ ഇവളുടെ ശരീരത്തിൽ നടന്നു. ഈ കാലങ്ങളിലധികവും ഭക്ഷണം കഴിക്കാതെയാണ് ഇവൾ ജീവിച്ചത്. അങ്ങനെ അവസാനത്തെ പ്രേതബാധ ഒഴിപ്പിക്കൽ 1977 ജൂൺ 30-ന് നടക്കുകയാണ്. പിറ്റേ ദിവസം അവൾ റൂമിൽ പോയി നോക്കിയ അമ്മ കണ്ടത് അന്നലിസ് മൈക്കിൾ മരിച്ചു കിടക്കുന്നതായിരുന്നു. മരിച്ച നേരത്തെ അവളുടെ ഭാരമെന്ന് പറയുന്നത് വെറും 30 കിലോ മാത്രമായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം പട്ടിണി കിടന്നായിരുന്നു അന്നലിസ് മൈക്കിൾ മരിച്ചത്. ഇത് ജർമ്മനിയിൽ വലിയ വിവാദമായൊരു കേസാണ്. ക്രിസ്ത്യൻ സഭ തെളിവുകയായി കൊടുത്തത് ഇവളുടെ ഒഴിപ്പിക്കൽ സമയത്ത് കൊടുത്ത ഓഡിയോ റെക്കോർഡായിരുന്നു. 2005-ൽ ഇതിനെ ആസ്പദമാക്കി ഒരു പടവും ഇറങ്ങിയിരുന്നു, ദ എക്സോർസിസം ഓഫ് എമിലി റോസ്. എന്നാൽ ഇപ്പോഴും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത 2 കാര്യങ്ങളാണ്. ആ സമയത്ത് ഇവളുടെ മുഖമാണ് ഒരു പ്രത്യേകതരം കറുത്ത പാടുകൾ വരും. അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. ഇവൾ വിളിച്ചു പറയുന്ന ഒരു പ്രേതത്തിൻ്റെ പേര് 80 വർഷങ്ങൾക്ക് മുൻപ് മരിച്ച ഒരാളുടെ ആയിരുന്നു. ഇതിനെപ്പറ്റി നോക്കിയപ്പോൾ ഇങ്ങനെ ഒരാളുണ്ടെന്ന് മനസ്സിലായി. ആളുടെ വീടിൻ്റെ ഉൾവശമടക്കം ഇവൾ വിളിച്ചു പറയുമായിരുന്നു. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇവൾ ജനിക്കുന്നതിനും 5 വർഷം മുൻപ് തന്നെ ആ വീട് പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു.